പലരും പറയുന്നേ, പലരും പലതും പറയും. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്രയേ ഞാനിതിൽ കാണുന്നു. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത. എവിടെയാണ് ഇതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത? ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇതിൽ നമ്മുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, ഞാൻ അന്നും പലപ്പോഴും നിങ്ങൾ പലതും പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ 2025 കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളിലൊക്കെ വന്ന ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്താണ് നിങ്ങളിതൊക്കെ പറഞ്ഞത്. പക്ഷെ അവർ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ വെച്ചല്ല നിങ്ങൾ ആരും സംസാരിച്ചു. അങ്ങനെ ചെറിയൊരു ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ വന്നു. അതായത് പോട്ടെ. അപ്പോൾ അതായത് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഓണ സമ്മാനം എന്നുള്ള രീതിയിൽ, ഓണം ആണല്ലോ, ആ രീതിയിൽ നമുക്കതിനെ കാണാം. ആ രീതിയിൽ തന്നെ അത് കൊണ്ടാടാം. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. തീയതി ഓൾറെഡി അവർ പറഞ്ഞ ആ വെബ്സൈറ്റിലുണ്ടല്ലോ, ഒരു തീയതി പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയോന്നറിയില്ല. നമ്പർ 18 അങ്ങനെയാണ് വിൻഡോ കൊടുക്കുക. ആ വിൻഡോയിലാണ് കൊടുക്കുക. നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണമല്ലോ. ആകാശം നമ്മുടെ കാലാവസ്ഥയിൽ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാം. അല്ല, അതെല്ലാം നമ്മൾ പിന്നീട് സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ പ്രശാന്തിനെ പോലുള്ള ആളുകൾ എന്തായാലും മലബാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ? മെസ്സി ഫാൻസ് നോക്കാം എത്രയുണ്ട് അവർ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർ വിദേശ ടീമുകൾക്കൊക്കെ അവരേതായാലും നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഇതിനൊക്കെ കാണുന്നത്. മില്യൺ കണക്കിന് ആരാധകരുള്ള ടീമുകളാണതെല്ലാം. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞാൽ പോരെ. നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഷാൻഡോ അദ്ദേഹം ഈ ആദ്യത്തെ സ്പോൺസർ മാറിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതിനെന്താ നിശ്ചയം നമുക്ക് നോക്കാം, വലിയ വരും എന്ന് പറഞ്ഞപ്പോൾ നോക്കാം. അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കളിയാണല്ലോ അത്. സത്യത്തിൽ എന്തോ ആവട്ടെ, അതൊരു നല്ല വാക്കായി ശരിക്കും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ സ്പോൺസർ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ സമയത്ത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇതിന് വിപുലമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ഇത് കൊണ്ടുവരികയും ചെയ്യും. ഞാനത് അങ്ങനെ ഒരു കാര്യമുണ്ട്. നന്നായി. ഏതായാലും സർക്കാരിനെതിൽ അത് തെറ്റായിട്ടൊരു വാർത്ത പരക്കുന്നുണ്ട് പലപ്പോഴും. പിന്നെ നിങ്ങൾ പറയുന്ന വാർത്ത സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത. എവിടെയാണ് ഇതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത? ഒരു രാജ്യത്ത് ഒരു വിദേശ ടീം, അതും ലോകത്തിൽ തന്നെ ഏറ്റവും ഫാൻ ബേസുള്ള ടീം വരുമ്പോൾ അവർക്കുള്ള സെക്യൂരിറ്റി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കടമയാണ്. അതല്ലാതെ വേറെന്ത് പണമാണ്? നമുക്കൊരു പണവും ചെലവൊന്നുമില്ല. അതാണ് ഞാൻ സ്പോൺസറുടെ കാര്യം പറഞ്ഞത്. ആ സ്പോൺസർ ആൻറ്റോ അവർ അത്രയും അതിന് നമ്മളെ ഗുണമൊന്നല്ലോ. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 13 ലക്ഷം എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. നമുക്ക് അതിൽ ഞാൻ നേരത്തെ ഒരു ചാനലിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു, അത് ഈ അർജന്റീനൻ ടീമോ മാത്രമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. അവിടെ അവരുടെ ഒരു അക്കാദമി നമ്മൾ സന്ദർശിച്ചു. അവിടെ ബന്ധപ്പെട്ട FIയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. സ്പെയിനിലെ സ്പോർട്സ് കൗൺസിൽ നമ്മൾ സന്ദർശിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഷൻ, 7 ബില്യൺ രൂപ ഡോളർ ചെലവഴിച്ചുള്ള സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് അതുകൊണ്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മേനംകുളത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഹൈടെക് പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ ആ കണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയില്ല. മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട DPR ഉണ്ടാക്കിയതാണ്. പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ DPR മാറ്റം വരുത്തിയത്. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ആ സന്ദർഭത്തിന് ശേഷമാണ് അത് നമ്മളിപ്പോൾ രണ്ടാം പ്രാവശ്യം ടെൻഡർ വിളിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാറിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻറ്റർ, അത് PPP അടിസ്ഥാനത്തിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്നാണ് നമ്മൾ ആ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത്.
അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യാത്രയിൽ കിട്ടിയ വലിയ അറിവുകളാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തും. അതാണ് ഇപ്പോൾ ലാലിഗയുമായി നമ്മൾ സ്പെയിനിൽ വെച്ച് സംസാരിച്ചു. ഈ കോളേജ് ലീഗിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ച അവരെ കുറേ അഡ്വൈസുകളുണ്ട്. അത് മാത്രമല്ല 2 വർഷം നോർമലി ഈ ഒരു ലീഗ് മത്സരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സഹായം, അങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ളത്. അവർ വരികയും ഇതിൻ്റെ സ്കൗട്ടിംഗ് നടത്തി നമ്മുടെ താരങ്ങൾക്ക് കോളേജ് വിദ്യാർത്ഥികൾ കൂടുതൽ അവസരമുണ്ടാക്കാനുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അങ്ങ് പറഞ്ഞ ഈ ഒരു ചെലവ് എന്നുള്ളത്. അതിലപ്പുറം മറ്റൊന്നുമില്ല. അതിനങ്ങനെ കാണരുത്. കാരണം നമ്മുടെ ഡിപ്ലോമയ്ക്ക് പാസ്പോർട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പണം കൊണ്ട് യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. രേഖകളുണ്ടാവണം, യാത്ര ചെയ്ത എന്താണ് അതിൻ്റെ എയിം, അതെല്ലാം തന്നെ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനുള്ളതല്ലേ. വലിയ വിമർശനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള ക്യാമ്പയിനിൽ വന്നത് സംസ്ഥാനത്തെ ഈ പണം ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് പല മൈതാനങ്ങളും ശോചാവസ്ഥയിലാണ്. അതിന് സർക്കാരിൻ്റെ പണമാണെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആൻഡോയെ പോലുള്ള ഒരാളുടെ അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു കളിക്ക് ആ പണം നിങ്ങൾ ഈ പണം ഗ്രൗണ്ട് ഉണ്ടാക്കാൻ തരുമെന്നുള്ളല്ലോ. ഒരു കളി എന്നുള്ള ഒരു സ്പിരിറ്റല്ലേ. സർക്കാരിന് കഴിയുമോ ഇത്രയും വലിയ പണം ചിലവാക്കി കൊണ്ടുവരാൻ? ഒരിക്കലും കഴിയും. അതൊന്നും പ്രാക്ടിക്കലല്ല, അതൊന്നും നമ്മൾ ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം അത് പലരും പലതും പറയും. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്രയേ ഞാനിതിൽ കാണുന്നു.